തീയതി മുതൽ 24 തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം മലയാളം ന്യൂസ് പേപ്പേഴ്സിൽ നിന്നുള്ളതും പിന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിലേതും കറണ്ട് അഫയേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സൗരയുധത്തിനു പുറത്ത് എത്ര പുതുഗ്രഹങ്ങളെ കണ്ടെത്തിയതായാണ് നാസ സ്ഥിരീകരിച്ചത്? 6. സൂര്യനേക്കാൾ 40 മടങ്ങ് വലിപ്പമുള്ള ഭീമൻ നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്ന HD 36384b എന്ന ഗ്രഹമാണ് അതിലൊന്ന്. ഇതോടെ സൗരയുധത്തിനു പുറത്ത് കണ്ടെത്തിയ ഗ്രഹങ്ങളുടെ എണ്ണം 5502 ആയി. 1992 ആദ്യമായി അന്യഗ്രഹങ്ങളെ കണ്ടെത്തിയത്. സൗരയുധത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളെയാണ് എക്സോ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തതായി ഇന്ത്യയുടെ പുതിയ US സ്ഥാനപതിയായി വിനയ് ഖ്വാത്ര ചുമതല. ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് ഭരണപ്രതിസന്ധിയിലായ ബംഗ്ലാദേശിൽ ഇടക്കാല മന്ത്രിസഭ ചുമതലയേറ്റു. നിലവിലുള്ള പാർലമെന്റ് പിരിച്ചുവിട്ട് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനാണ് ഇടക്കാല സർക്കാർ രൂപവത്കരിക്കാൻ അനുമതി നൽകിയത്. 2023 കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഇന്ത്യക്ക് 8ാം സ്ഥാനമാണ് ലഭിച്ചത്. കേരള സംഗീത നാടക അക്കാദമിക്ക് കീഴിൽ രാജ്യത്തെ ആദ്യ ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് നിലവിൽ വന്നു. അക്കാദമിക്ക് കീഴിൽ വിവിധ കലാമേഖലകളിൽ സംഭാവനകൾ നൽകിയ പ്രശസ്തരായ കലാകാരന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കേരള ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക്. തിരുവനന്തപുരം ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനുകളായ കൊച്ചുവേളി, നേമം എന്നിവയുടെ പേര് റെയിൽവേ പരിഷ്കരിച്ചു. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഇനി മുതൽ തിരുവനന്തപുരം നോർത്ത് എന്നും നേമം തിരുവനന്തപുരം സൗത്ത് എന്നും അറിയപ്പെടും. ഇനി അടുത്ത ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം. യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ ലോഞ്ച് ചെയ്ത ദ നോർത്ത് ഈസ്റ്റ് റീജിയൻ അഗ്രി കൊമോഡിറ്റി കണക്ട് എന്ന് പറയുന്ന വെബ് പോർട്ടൽ ആൻഡ് ആപ്പ് നോർത്ത് ഈസ്റ്റേൺ ഫാമേഴ്സിൻ്റെയും ബയേഴ്സിൻ്റെയും ബെനിഫിറ്റിനായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് അവർക്ക് ലാർജ് മാർക്കറ്റും ബെറ്റർ പ്രൈസിങ്ങും കിട്ടാനാണ് ഈ ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഓവർസീസ് ജൻ ഔഷധി കേന്ദ്ര മൗറീഷ്യസിൽ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള S ജയശങ്കർ ഇനാഗുറേറ്റ് ചെയ്തു. മൗറീഷ്യസ് പ്രധാനമന്ത്രിയായിട്ടുള്ള പ്രവിന്ദ് കുമാർ ജഗന്നാഥും ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് റൗണ്ടിൽ 562 വോട്ടുകളോടെ വിജയിച്ച് പ്രസിഡന്റ് ഓഫ് യൂറോപ്യൻ പാർലമെന്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് റോബർട്ട മെറ്റ്സോള. 2013 മുതൽ മെമ്പർ ഓഫ് യൂറോപ്യൻ പാർലമെന്റ് ആയിരുന്നു. 2022 ജാനുവരിയിൽ ആദ്യമായിട്ട് പ്രസിഡന്റായി. 2018 ലോഞ്ച് ചെയ്ത ഓപ്പറേഷൻ നൻഹെ ഫരിഷ്തി പ്രകാരം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഏകദേശം 84,119 കുട്ടികളെയാണ് റെയിൽവേ സ്റ്റേഷൻസിൽ നിന്നും ട്രെയിൻസിൽ നിന്നും ഈ ഒരു 7 വർഷ കാലയളവിൽ രക്ഷപ്പെടുത്തിയത്. ഈ ഒരു ഓപ്പറേഷനിലൂടെ ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓടിപ്പോയ അല്ലെങ്കിൽ ആൾക്കാർ ഉപേക്ഷിച്ച അതും അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട കുട്ടികളെ ക്രൈംസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഒരു ഫോക്കസ്. കാനഡയ്ക്കും ഗ്രീൻലാൻഡിനും ഇടയിലുള്ള ഡെവിസ് സ്ട്രെയ്റ്റിൽ ഒരു പുതിയ മൈക്രോ കോണ്ടിനെന്റിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് നടന്ന ടെക്ടോണിക് പ്ലേറ്റ് ഷിഫ്റ്റിന്റെ ഫലമായിട്ടാണ് ഇതുണ്ടായതെന്ന് കരുതപ്പെടുന്നു. ഇതിനെ ഡേവിസ് സ്ട്രെയ്റ്റ് പ്രോട്ടോ മൈക്രോ കോണ്ടിനെന്റ് എന്നാണ് വിളിക്കുന്നത്. സൗത്ത് കൊറിയയിലെ ബൂസാനിൽ നടന്ന 45th സയന്റിഫിക് അസംബ്ലിയിൽ ഇന്ത്യൻ സ്പേസ് സയന്റിസ്റ്റ് ആയിട്ടുള്ള പ്രഹ്ലാദ് ചന്ദ്ര അഗർവാളിനും അനിൽ ഭാർദ്വാജിനും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോസ്പാർ അവാർഡ് ലഭിച്ചു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള മൈനോറിറ്റി റെഫ്യൂജസിന് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നൽകാൻ വേണ്ടി രാജസ്ഥാൻ ഗവൺമെൻറ് സ്പെഷ്യൽ ക്യാമ്പുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മോഡിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീമിൻ്റെ കീഴിൽ ഈ ഷോർട്ട് ടേം ക്രോപ്പ് ലോൺസിൻ്റെ അപ്പർ ലിമിറ്റ് കൂട്ടാൻ വേണ്ടി യൂണിയൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമാക്കാനാണ് ഈ പദ്ധതിയിലൂടെ തീരുമാനിച്ചിരിക്കുന്നത്. സബ്മേർജ്ഡ് സ്ട്രക്ചർ ഓഫ് ഫാതം ബ്രിഡ്ജ്, അതായത് കടലിൽ മുങ്ങിപ്പോയ രാമസേതുവിനെ മാപ്പ് ചെയ്യാൻ സക്സസ്ഫുൾ ആയിട്ട് ISRO സയൻറ്റിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 48 കിലോമീറ്റർ ഉള്ള ലൈംസ്റ്റോൺ ചെയിനാണിത്. രാമേശ്വരം ഐലൻഡ്, ഇന്ത്യയിലെ രാമേശ്വരം ഐലൻഡിനെയും ശ്രീലങ്കയിലെ മാന്നാർ ഐലൻഡിനെയും ബന്ധിപ്പിക്കുന്നതാണിത്. ഇതേ ബ്രിഡ്ജ് തന്നെയാണ് ഗൾഫ് ഓഫ് മന്നാറിനെയും പാക് സ്ട്രെയ്റ്റിനെയും വേർതിരിക്കുന്നത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു AI പവേർഡ് ചാറ്റ് ബോട്ടാണ് സേവ എന്ന് പറയുന്നത്. ഇത് ഇൻവെസ്റ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയനിൽ ഓൺലൈൻ റാഡിക്കലൈസേഷനെ കുറിച്ചുള്ള ഒരു കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ്. നാഷണൽ ലാൻഡ് സ്ലൈഡ് ഫോർകാസ്റ്റിംഗ് സെന്റർ കൊൽക്കത്തയിലുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോൾ ആൻഡ് മൈൻസ് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്.
ഭൂസങ്കേത് വെബ് പോർട്ടലും അതുപോലെ ഭൂസ്ഖലൻ മൊബൈൽ ആപ്പും ഇതിൻ്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ അലുമിനിയം പ്രൊഡ്യൂസറും മൂന്നാമത്തെ വലിയ ലൈം പ്രൊഡ്യൂസറും ഇന്ത്യയാണ്. ഇതുപോലെ എല്ലാ ആഴ്ചത്തെയും കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.